സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. കഴിഞ്ഞ നവംബർ സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലായിട്ട് ഞങ്ങൾ വട്ടവട പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കുറച്ച് സൂര്യകാന്തി ചെടി കണ്ടിട്ട് അതിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ചിട്ടു, മുളച്ചു വന്നു, തൈകൾ വന്നു. പക്ഷെ ഇവിടെ നമുക്ക് സൂര്യകാന്തിയിൽ പൂ ഉണ്ടാവുന്ന അറിയില്ലായിരുന്നു. കണ്ടോ, കുറച്ചും പൂവായിട്ടുണ്ട്. സൂര്യനോട് അഭിമുഖമായിട്ടല്ല സൂര്യകാന്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് സൂര്യൻ അവിടെ നിന്നാണ് വരുന്നത്. പൂക്കളൊക്കെ ആ ഒരു സൈഡിലേക്കാണ് തല ചായ്ച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെടിയാണ് ഏറ്റവും ഹൈറ്റിൽ വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലാണ് ആദ്യമായിട്ട് പൂ ഇട്ടത്. ഈ ഒരു പൂവാണ് ആദ്യമായിട്ട് ഉണ്ടായത്. പിന്നെ എനിക്ക് തന്നെ എത്തണില്ല, അത്രയും ഹൈറ്റിലാണ് ഇത് വളർന്നേക്കണത്. ഞാനതിൽ വളരെ ചെറുതാണ്. അതിന് താഴെയായിട്ട് 1 2 3 4 5 ഈ 5 6 7 8 അങ്ങനെ കുറച്ചധികം പൂക്കൾ ഇതിലുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലുത് അതാണ്. അതിന് ശേഷം ഉണ്ടായതൊക്കെ ഇത്തിരി ചെറുതാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇവിടെ വളർന്നു വരും, പൂവിടുന്നൊന്നും പ്രതീക്ഷിച്ചതേയില്ല. എൻ്റെ നാട് കോഴിക്കോടാണ്. പക്ഷേ ഇവിടെ ഒരു അത്യാവശ്യം തണുപ്പും അത്യാവശ്യം വെയിലുള്ള സ്ഥലമാണ്. അപ്പം ഇത്ര തന്നെ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളൊരു വളർന്നു വരുമോ ഇല്ലയോ നമ്മൾ അങ്ങനെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഒരു സാധനം നമ്മൾ കൊണ്ട് നട്ടുവെച്ചു, വളർന്ന് അത്രയും വലുതായി, പൂവിട്ടു. പിന്നെ ഇനിയുണ്ട് കേട്ടോ. ഇതിനടുത്തടുത്ത് ഇങ്ങനെ ഒരു ലൈനായിട്ടായിരുന്നു കുഴിച്ച് വെച്ചിരുന്നത്. അതേ ഇവിടെ തൊട്ടിട്ട് ഞങ്ങൾ ഈ എത്തത്തിൻ്റെ സൈഡിൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു. അപ്പം എത്തലൊക്കെ ഇതിനൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പോയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നനച്ചു കൊടുക്കുമായിരുന്നു. കാരണം ഈ ഒരു ഏരിയയിൽ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നനച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അത്രേ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകമായിട്ട് ഇതിന് വേണ്ടിയൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ കുറച്ച് മണ്ണ് കുറഞ്ഞു പോയ സമയത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അത്രേ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.